12 കോടി രൂപ വില വരുന്ന ഒരു ലംബോർഗിനി വാഹനം ഒരു സ്കോർപിയോയിൽ ഇടിച്ചിട്ട് ഒരു സ്കോർപിയോ വന്നിടിക്കുന്നു, ലംബോർഗിനി വാഹനം തവിട് പൊടിയാവുന്നു. നമ്മുടെ വാർത്ത വായിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. 12 കോടിയുടെ വാഹനമൊക്കെ വന്ന് ഇടിച്ചിട്ട് തവിട് പൊടി. ആ വിഷ്വലുകൾ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി. നമ്മളിത് സോഷ്യൽ മീഡിയയിൽ കണ്ടല്ലോ. അതെ, നമുക്ക് ആദ്യം ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഇത് സാധാരണ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫേക്ക് വാർത്തകൾ വരുമല്ലോ. അത് കേരളത്തിലാണ്, മണ്ണുത്തിയിലാണ്, ലംബോർഗിനിയാണ്, ഫോർ രജിസ്ട്രേഷൻ ആണ്. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ കാലത്ത് എയോ അല്ലെങ്കിൽ നമ്പറില്ല. അപ്പം നമ്മളിത് വിശദമായിട്ട് അന്വേഷിച്ചു. നമുക്കപ്പോൾ ഈ വാർത്ത കണ്ടപ്പോൾ നമുക്ക് സംശയം വന്നു, നമ്മളിത് പുറകെ പോയി വരും. അങ്ങനെ നമ്മൾ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ശരിയാണ്, ഇങ്ങനൊരു വണ്ടി ഇടിച്ചിട്ടുണ്ട്, അതിൻ്റെ GD എൻട്രിക്കായിട്ട് അവരിവിടെ സമീപിച്ച് വന്നിരുന്നു. അവരോട് അക്ഷയയിൽ പോയി നിങ്ങളുടെ GD എൻട്രി ഫോട്ടോ എടുത്ത് രജിസ്റ്റർ ചെയ്തോളാൻ പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഈ സംഭവം വിശദമായിട്ട് നോക്കുമ്പോഴാണ് രസം. നമ്മുടെ നാടൻ സ്കോർപിയോ, നല്ല നാടൻ ഇടിയാണ് ഇടിച്ചിരിക്കുന്നത്. നാടൻ സ്കോർപിയോ വന്നിട്ട് ഒറ്റ ഇടിയും കരണം മറിഞ്ഞ് 3-4 കരണം മറിച്ച് സിനിമയിലെ കാണുന്ന ഒരു സൈഡിൽ ചെന്ന് ഇടിച്ച് ഈ വണ്ടി തകർത്ത് കളഞ്ഞു. ഇതിൻ്റെ ഫ്രണ്ട് ടയർ പൊട്ടിത്തെറിച്ചു പോയി, അതിൻ്റെ റിമ്മെല്ലാം തകർന്നു. ബാക്കിലത്തെ വീല് എല്ലാം ഇതേന്ന് ഇളകി അങ്ങ് പോയി. ബാക്കിലത്തെ വീലെല്ലാം കൂടെ ഇളകി തെറിച്ചങ്ങ് പോയി. അകത്തുണ്ടായിരുന്ന സീറ്റ് ഇത് വർക്ക് ചെയ്തിട്ടില്ല. ബലൂൺ എയർ ബാഗ് വർക്ക് ചെയ്തില്ല. വാങ്ങിച്ച വണ്ടിയുടെയാണ്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു എന്തുകൊണ്ട് ഈ എയർ ബാഗ് വർക്ക് ചെയ്തില്ല. അപ്പോൾ ഇത് സ്പോർട്സ് വെഹിക്കിളാണ് ശരിക്കും. ലംബോർഗിനിയുടെ റിവേർ അങ്ങനെയാണ്ട് പറഞ്ഞിട്ടൊരു വെഹിക്കിളാണ് ഉള്ളത്. അപ്പോൾ അതിന് ഈ എയർ ബാഗ് വർക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് കാണില്ല, പിന്നെ അവർ നിർദ്ദേശിക്കുന്ന ഒരു സ്പീഡും ഈ ഇടിക്കും തമ്മിലുള്ള ആ ഇടിയുടെ വെയിറ്റ് ചിലപ്പോൾ കുറഞ്ഞു പോയതുകൊണ്ടാവും. അങ്ങനെയും വരാം. അപ്പം എന്താണെങ്കിലും ശരി, നമ്മുടെ വിചാരം ഈ 12 കോടിയുടെ വണ്ടി ലംബോർഗിനി എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു അതീവ സുരക്ഷിത വണ്ടിയായിരിക്കും, ഒന്നും പേടിക്കേണ്ടതല്ല, നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കുമെന്നാണ് ആണ്. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ ആ വണ്ടി ഇപ്പോൾ ഒരുമാതിരി പാട്ട പോലെ ടോട്ടൽ ലോസ് ആണെന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് ആ വണ്ടി ഇപ്പോൾ കിടക്കുന്നത്. ഇൻഷുറൻസ് കിട്ടുമെന്ന് തന്നെ ദൈവത്തിന് അറിയാം. കണക്കിൽ ഇൻഷുറൻസ് കിട്ടാറുണ്ട്. എടുത്തിട്ട് ഒരു മാസമായി. എനിക്ക് തോന്നുന്നത് ഇവർ മറ്റേ ഫാൻസി നമ്പറിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം അതുകൊണ്ടാണ് എടുത്തപ്പോഴിതിന് നമ്പർ മുടക്കിയ കാറിന് ഒരു 5-6 ലക്ഷം രൂപ കൊടുത്തോണെങ്കിൽ ഒരു നമ്പർ വാങ്ങിക്കാന്നുള്ളതല്ലേ ഉള്ളൂ അവർക്ക്. അല്ല, പിന്നീട് നമ്മളിതിന് വിശദമായിട്ട് തപ്പി നോക്കി ഇതാ വണ്ടിയുടെ ഓണറെ കുറിച്ചും വണ്ടിയെക്കുറിച്ചും. അപ്പോൾ തപ്പിയെടുത്തപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ വമ്പൻ വ്യവസായ ഗ്രൂപ്പായിട്ടുള്ള ജോസ് ആലിക്കാസിൻ്റെ മകൻ ജോൺ ആലിക്കാസ് എന്ന് പറയുന്ന ആളുടെ ആണ് ഈ വാഹനം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലംബോർഗിനി തന്നെ വേറെയുണ്ട്, പോർഷെ കാറുണ്ട്. പുള്ളി ഈ വാഹനങ്ങളുടെ പ്രേമിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാളുടെ കഥകൾ പല ഓൺലൈനുകളിലൂടെ നമ്മളത് മനസ്സിലാക്കിയപ്പോൾ വളരെ രസകരമായിട്ട് തോന്നി. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം വലിയ ഒരു കോടീശ്വര പുത്രനാണ്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ഈ കാറുകളോടുള്ള ഇഷ്ടം കൊണ്ട് ചെറുപ്പകാലം തൊട്ട് വീട്ടിലെ കാറ് കഴുകി കാറിനുള്ളിലേക്ക് കയറിയ ആളാണ്. അദ്ദേഹം രാവിലെ എണീറ്റ് കാറ് കഴുകും, എന്നിട്ട് ഈ ഡ്രൈവർമാരോട് ഇതിനെക്കുറിച്ച് സംശയങ്ങളെല്ലാം ചോദിക്കും, വണ്ടി എങ്ങനെയാണ് ഓടുന്നതെന്നുള്ളത് ചോദിക്കും. അങ്ങനെ എല്ലാം ചോദിച്ച് കാറുകളോട് ഒരു വലിയ ഭ്രമമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെയും അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒരു മാരുതി എസ്റ്റീം കാറാണ് ആദ്യമായിട്ട് വാങ്ങുന്നത്. അതിന് പുള്ളി മോഡിഫിക്കേഷനൊക്കെ വരുത്തി പോയി കാർ റേസ് മത്സരത്തിൽ. ഈ അവിടത്തിൽ വണ്ടി ഓടിച്ചിരുന്ന ആളുടെ അവസ്ഥ എന്താണ്? അയാൾക്കൊരു കുഴപ്പം പറ്റിയില്ല. വണ്ടി പൊളിഞ്ഞു പോയി എന്നുള്ളതല്ലാതെ അകത്തിരുന്ന ആൾക്ക് എയർ ബാഗ് ഒന്നും ഇതായിട്ടില്ല. പക്ഷേ ഈ സ്കോർപിയോ ഇടിച്ചു മറിഞ്ഞു. സ്കോർപിയോയിലുള്ളവർക്കും നിസ്സാര പരുക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നാടനും വിദേശിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു. അതിൽ നമ്മുടെ നാടൻ എന്ന് പറയുമ്പോൾ ഇനിയിപ്പം മഹീന്ദ്ര കമ്പനിക്കൊരു പരസ്യമായി. അതെ, മഹീന്ദ്ര കമ്പനിക്ക് പരസ്യമായി. മഹീന്ദ്രയുടെ സ്കോർപിയോ ആണ്, ഇത്ര സ്ട്രോങ് ആണ്. ഇത് ഞങ്ങൾ മറ്റൊരു കാറിൽ ഇടിച്ചിട്ട് ഇതിനൊന്നും വണ്ടി മറിഞ്ഞു, സ്വാഭാവികമായ ഒരു അപകടത്തിലുണ്ടാകുന്ന എല്ലാം ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ ഇടികൊണ്ട് ലംബോർഗിനി ചതഞ്ഞുപോയി. ഈ മഹീന്ദ്രയുടെ ആരാധകന്മാർ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുള്ള മുതിർന്ന മാധ്യമപ്രവർത്തന സാനു ചേട്ടനുണ്ട്. അദ്ദേഹം എപ്പോഴും മഹീന്ദ്ര വണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. വലിയ അത്ര വാഹനങ്ങൾ എപ്പോഴും അദ്ദേഹത്തെ സാധാരണ വാഹനം ഈ വാഹനം ഓടിക്കുന്നത് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. പുള്ളിക്കാരനോട് വലിയ ഇഷ്ടമാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് ആളുണ്ട്. ഈ മഹീന്ദ്ര ജീപ്പ് അങ്ങനെയുള്ള വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. മഹീന്ദ്രയുടെ ഇപ്പോൾ ഒരു ഇലക്ട്രിക് വണ്ടി വന്നിട്ടുണ്ട്. ഏതാണ്ട് ലംബോർഗിനി പോലെ ഇരിക്കുന്ന ഒരു മോഡൽ വന്നിട്ടുണ്ട്. GE6 മറ്റോ ആണ് അതിൻ്റെ പേര്. നമ്മൾ ദൂരെ നോക്കിയാൽ വലിയ വണ്ടിയാണ്.
അതായത് നമ്മുടെ റോഡിലൊന്നും ഒതുങ്ങുന്നില്ല, നല്ല നീളമാണ്. ഇത് ഇലക്ട്രിക്കാണ് വണ്ടി, അല്ലാത്ത വേരിയൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വണ്ടിയും ഈ ലംബോർഗിനിയും തമ്മിൽ ഒരുപാട് രൂപസാദൃശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ മഹീന്ദ്രനെ ആ മോഡൽ വണ്ടി ഇറക്കുന്നുണ്ട്. അതിനപ്പോൾ ഇനി മഹീന്ദ്രയുടെ സുരക്ഷയെക്കുറിച്ച് ഓർത്ത് ആരും വേവലാതിപ്പെടരുത് എന്നാണ് പറയുന്നത്. പക്ഷേ സ്കോർപിയോ എപ്പോഴും അപകടം ഉണ്ടാക്കുന്നൊരു വാഹനമാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ സ്കോർപിയോ ഉണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കടകമടിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ വണ്ടി സ്പീഡിൽ പോയി പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ അത് നിൽക്കുന്ന നിപ്പി കറങ്ങി റോഡിലടിക്കുമെന്നാണ്. ഞാൻ 1-2 അപകട സീൻ കണ്ടിട്ടുമുണ്ട്. അപ്പം ഈ വണ്ടി വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എൻ്റെ സുഹൃത്തിനുണ്ട് ഈ വണ്ടിയുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ സ്കോർപിയോ ഭയങ്കര രസമല്ലേ വണ്ടി കാണാൻ. ആ വണ്ടിക്ക് ഒരു നല്ല ആകർഷണം, ഒരു അഴകുണ്ട്. പിന്നെ ഒരു പ്രത്യേക മോഡലാണ് ടാറ്റയുടെ വണ്ടി ഇറങ്ങിയിട്ടുള്ള. ഇപ്പം സുമോ എന്ന് പറയുമ്പോഴും ടാറ്റ സുമോ പോലെ ഒരു വാഹനമുണ്ടല്ലോ, ടാറ്റ സുമോ. ആ സുമോയുടെ ഇതിനോട് കിടപിടിക്കത്തക്ക രീതിയിലാണ് ഇവർ ഈ സ്കോർപിയോ ഇറക്കിയിരുന്നത്. അന്ന് ആദ്യകാലത്ത് ഈ സ്കോർപിയോ വരുമ്പം അതിൻ്റെ ഡിസൈനും ആ വേരിയൻറ്റും ഒക്കെ വളരെ കൗതുകരമായിരുന്നു. പിന്നീട് അവരതിന് പല മാറ്റങ്ങൾ വരുത്തി ഇത് കയറി ഈ സ്കോർപിയോ നല്ല രീതിയിലാണ് റോഡിൽ ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാര്യത്തിൽ തർക്കം വേണ്ട, ടാറ്റ വണ്ടിയുടെ അത്രയും തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മഹീന്ദ്ര ഈ സ്കോർപിയോയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും അത് വലിയ സംഭവമായി പോയി എന്തായാലും. കാരണം ഇത് ശരിക്കും ഈ കാറിന്റെ വില കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും വില കൂടിയ കാറുകൾ നമ്മുടെ നാട്ടിൽ ആളുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ആ കാർ കളക്ഷൻ ഇതിന് എത്ര ഇൻഷുറൻസ് ആകുമായിരിക്കും, അല്ലെ ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും, ഇതൊക്കെ നമ്മൾ ആലോചിച്ച് അന്തം വിട്ടുപോകും. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ തപ്പിയ സമയത്ത് ഇതിന്റെ ഈ വാർത്തയുടെ ഒരു ലിങ്ക് നമുക്ക് കിട്ടുന്നത് വിദേശത്തുള്ള ഒരു ഓൺലൈനിൽ നിന്നാണ്. ആ ഓൺലൈനിൽ ആ ലിങ്ക് എടുത്തപ്പോൾ ഇന്ത്യയിൽ ഒരിടത്ത് ലംബോർഗിനി ഇടിച്ച് തകർന്നിരിക്കുന്നു, സ്കോർപിയോ ഇടിച്ച് തകർന്നു, വലിയ വാർത്തയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹെഡിങ് അങ്ങനെയാണ്, ഇനി ഇന്ത്യ ഈ ലംബോർഗിനി തവിടുപൊടിയായി പോയി. എന്നിട്ട് അവരുടെ ഹെഡിങ്ങിൽ പറയുന്നതാണ് സീറ്റ് ബെൽറ്റ് ഡിപ്ലോയ് ആയിട്ടില്ല എന്ന് പറയുകയാണ്. സോറി, സീറ്റ് ബെൽറ്റ് അല്ല, പിന്നെ എയർ ബാഗ് ഡിപ്ലോയ്ഡ് ആയിട്ടില്ല. അതാണ് അവർ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ആ വിദേശ രാജ്യത്ത് നിന്ന് ഇറങ്ങുന്ന പത്രത്തിൽ അവർ കൊടുത്തിരിക്കുന്ന പോയിന്റ് ലംബോർഗിനി ഇടിച്ച് തകർന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അവർ കൊടുത്തിരിക്കുന്നത് ഈ എയർ ബാഗ് പ്രവർത്തിച്ചില്ല. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, നമ്മൾ വാഹനം ഓടിക്കാൻ നമുക്ക് ആ ധൈര്യമാണല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരതൊരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ആശ്ചര്യ ചിഹ്നം ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്താ ഈ ഇത്രയും നല്ല വില കൂടിയ വണ്ടി ഇടിച്ചിട്ട് ഇതിൻ്റെ എയർ ബാഗ് വർക്ക് ചെയ്തില്ല എന്നുള്ളത്. ലംബോർഗിനി എന്ന് പറയുന്നത് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത വാഹനമാണല്ലോ. അപ്പം നമ്മുടെ റോഡിൽ തന്നെ ഈ ലംബോർഗിനി, നേരത്തെ നമ്മുടെ സിനിമാ നടന്മാർക്ക് മറ്റേ മമ്മൂട്ടിയുടെ മകനും പൃഥ്വിരാജിനും ഒക്കെ ഉള്ള വാഹനമാണ് ലംബോർഗിനി. സ്റ്റാറ്റസ് സിംബലാണ് ലംബോർഗിനി എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം, നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. അതാണ് ഈ പല വിദേശ നിർമ്മിത കാറുകൾ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു അനുഭവം. ഇവിടുത്തെ റോഡിൽ ഓടിക്കുമ്പം ആ പ്രശ്നമാണ്. കാരണം അവിടെ നല്ല ഗംഭീര റോഡിൽ ഓടിക്കുന്നതിൻ്റെ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഏത് നിമിഷമാണ് വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാം കൂടി വെട്ടിക്കുടിക്കുന്നത്, വാട്ടർ ഒന്നും അറിയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇത് അടിവശം താഴ്ന്ന കാറല്ലേ. അതിന് വിദേശ രാജ്യങ്ങളിലെ ഒരു പ്രതലം എന്ന് പറയുന്നത് വളരെ ദൂരങ്ങൾ നിരപ്പായിട്ടുള്ള പ്രതലമാണ്. നമ്മുടെ പോലെ കുണ്ടും കുഴിയില്ല, ഒറ്റ ലെവലിൽ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് ആണ് ഇതിൻ്റെ പരമാവധി സ്പീഡ് എടുക്കാൻ സാധിക്കുക. ഈ വാഹനത്തിൻ്റെ ഗുണം എന്താ? ഈ വാഹനം എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ റേസിങ്, സ്പോർട്സ് കാറാണല്ലോ. അതിനകത്ത് പറയുന്ന സ്പീഡിൽ അമിത വേഗതയിൽ ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് ഇത്. അത്രയും അമിത വേഗതയിൽ പോയാൽ അപകടം ഉണ്ടായാൽ അതിനകത്തിരിക്കുന്ന ആൾ രക്ഷപ്പെടണം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതിയും. അത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അതിനെ നാണം കെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഏതായാലും ഇന്ത്യ ജയിച്ചു ഇക്കാര്യത്തിൽ.